സി ഇങ്ങനെ നമ്മൾ 2 പീസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 4 ക്വാഡ്രൻ്റ് എടുക്കുന്നു വെച്ചോളൂ, 4 ക്വാഡ്രൻ്റ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ കവർ ആൻ ആർക്ക് അപ് ടു 270 ഡിഗ്രി. 270 ഡിഗ്രി ആർക്ക് കവർ ചെയ്യാൻ പറ്റും. 270 ഡിഗ്രി ആർക്ക് കവർ ചെയ്യാൻ മീൻസ് നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ഇത്രയും വരെയുള്ള ഡയൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് ഇത്രയും വരുന്ന ഡയൽ, ഇത്രയും ഡയൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പോയിന്ററിന് ഇത്രയും ആംഗിൾ മൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിന് നല്ല ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ വേണം. ഇറ്റ്സ് എ നെസസിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ്. കറക്റ്റ് മെഷർമെന്റിന് ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ വേണം. സോ ഇറ്റ് ഹാസ് എ ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ and it can be modified as voltmeter or ammeter with suitable resistor. അപ്പോൾ suitable resistor കണക്ഷൻ യൂസ് ചെയ്യുന്നത് അതിന് വോൾട്ട്മീറ്റർ ആയിട്ടോ അമ്മീറ്റർ ആയിട്ടോ യൂസ് ചെയ്യും. ബേസിക്കലി MC ഇൻസ്ട്രുമെന്റ് ഈസ് നോട്ട് either വോൾട്ട്മീറ്റർ ഓർ ആൻ അമ്മീറ്റർ. ഇതെന്താണ്, അതിൻ്റെ അകത്ത് നമ്മൾ റെസിസ്റ്ററിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്ന വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് അമ്മീറ്ററോ വോൾട്ട്മീറ്ററോ ആയിട്ട് മാറുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ് ഹാസ് എഫിഷ്യൻറ്റ് ഡാമ്പിങ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാമ്പിങ് ഇത് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. And it is not affected by stray magnetic field. Stray magnetic field ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന സ്പ്രിങ് എന്താണ്, സ്പ്രിങ് കൺട്രോളിങ് സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്, നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള സ്പ്രിങ് ആണ്. It has no loss due to hysteresis. Hysteresis ലോസ് അവിടെ ഉണ്ടാകുന്നില്ല. No loss due to hysteresis. Okay, so these are the advantages of PMMC instrument. Then disadvantages നോക്കിയാൽ, ഡിസഡ്വാൻറ്റേജ് ഓഫ് PMMC ഇൻസ്ട്രുമെന്റ് മീൻസ് ഇറ്റ് ക്യാൻ യൂസ് ഓൺലി ഇൻ DC. അപ്പോൾ ഇത് ഡിസഡ്വാൻറ്റേജ് ആണ്, അതിൻ്റെ ഇറ്റ്സ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ്. DC മാത്രം മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PMMC ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡെലിക്കേറ്റ്. വളരെ ഡെലിക്കേറ്റ് ആണ്. ഡെലിക്കേറ്റ് മീൻസ് നമുക്കത് പെട്ടെന്ന് എന്താ പറയുക, പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉള്ള സാധനമാണ് PMMC ഇൻസ്ട്രുമെന്റ്. പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം കേട്ടോ. ഇറ്റ് ഈസ് കോസ്റ്റ്ലി വെൻ കമ്പയർഡ് ടു എ മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ്. മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നാണ് ഇത് വളരെ കോസ്റ്റ്ലി ആണ്. ഓക്കെ, കോസ്റ്റ് കുറച്ച് കൂടുതലാണ് കാരണം അതിൻ്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അങ്ങനെയാണ്. ദെൻ കാരണം ഇറ്റ്സ് ഹൈലി ആക്യുറേറ്റ്. സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് PMMC ഇൻസ്ട്രുമെന്റ്. അതുകൊണ്ട് തന്നെ അത്രയും എന്ത് ചെയ്യും, ഡെലിക്കേറ്റ് അറേഞ്ച്മെന്റ് കാരണമാണ് ആക്യുറസി വരുന്നത്. സോ കോസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. may show error due to loss of magnetism or of the permanent magnet. അപ്പോൾ പെർമനന്റ് മാഗ്നറ്റിന്റെ ലോസ് ഓഫ് മാഗ്നറ്റിസം കാരണം എന്തേ ഉള്ളൂ, അത് എറർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാതെ അങ്ങനെ എറർ വരുന്ന സാധനമല്ല എന്ത് PMMC ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഷോസ് എറർ, മേ ഷോസ് എറർ ഡ്യൂ ടു ലോസ് ഓഫ് മാഗ്നറ്റിസം ഓഫ് ദി പെർമനന്റ് മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിസം ലോസ് ആവുന്ന കാരണം എന്ത് ചെയ്യാം, ഇത് എറർ കാണിക്കാം. ഇത്രയേ ഉള്ളൂ. Then use, it can be used as voltmeter and ammeter. വോൾട്ട്മീറ്റർ ആയിട്ടും അമ്മീറ്റർ ആയിട്ടും MC ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ PMMC ഇൻസ്ട്രുമെന്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാൽ, നമ്മൾ ഇൻസ്ട്രുമെന്റിൽ നോക്കി. ഇൻസ്ട്രുമെന്റിൽ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കിയായിരുന്നു. ഏതൊക്കെയാണ്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിന് നമുക്ക് എന്ത് വേണ്ട, അതിന്റെ കാലിബ്രേഷൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യം. നോ പ്രീവിയസ് കാലിബ്രേഷൻ or comparison. No previous calibration comparison is necessary. Sorry. എന്താണ് ഇത് എവിടെ യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ലബോറട്ടറീസ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കി പോകുന്നത് കേട്ടോ. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിലാണെങ്കിൽ ഇതിന് കാലിബ്രേഷൻ വേണം. ഫ്രീക്വന്റ് ആയിട്ടുള്ള കാലിബ്രേഷൻ നമുക്ക് വേണം. ഫ്രീക്വന്റ് കാലിബ്രേഷൻ നമുക്ക് വേണം. കാലിബ്രേറ്റ് വിത്ത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റോ ആയിട്ട് എന്ത് ചെയ്യണം, ഇത് കാലിബ്രേറ്റ് ചെയ്യണം. കമ്പയർ ആൻഡ് കാലിബ്രേഷൻ ഈസ് നെസസറി. ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം എന്താണ്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് ലബോറട്ടറീസ് യൂസ് ചെയ്യുന്നതെല്ലാം അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസും നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് ഉണ്ടായിരുന്നല്ലോ എവിടെയോ അല്ലേ. ടാൻജന്റ് ഗാൽവനോമീറ്റർ. ടാൻജന്റ് ഗാൽവനോമീറ്റർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ടാൻജന്റ് ഗാൽവനോമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാൻജന്റ് ഗാൽവനോമീറ്റർ is an absolute instrument, right? നെക്സ്റ്റ് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ് ആൻഡ്
ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സ്പെസിഫിക് പറയുക ഇൻഡിക്കേറ്റിംഗ് ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ്. ഇൻഡിക്കേറ്റിംഗ് ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിനെ വേണം നമുക്ക് കാണിക്കുക അതിനകത്ത്. അതോട് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനാണ് കാണിക്കുന്നത്. ആര്? നമ്മുടെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ എക്സെട്ര. ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂറേഷനുള്ള വാല്യൂ ക്യുമുലേറ്റീവ് ആയിട്ട് കാണിക്കും. നമ്മുടെ എനർജി മീറ്റർ അല്ലെങ്കിൽ ആംബിയർ അവർ മീറ്റർ ഒക്കെ എന്താണ്? വാട്ട് അവർ മീറ്റർ, ആംബിയർ അവർ മീറ്റർ, ഇതൊക്കെ എന്താണ്? ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഓരോ ഇൻസ്റ്റൻറ്റിലെയും വാല്യൂസ് എന്ത് ചെയ്യും? അത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന മാഗ്നറ്റിക് എഫക്റ്റ് ആവാം, ഹീറ്റിംഗ് എഫക്റ്റ് ആവാം, കെമിക്കൽ എഫക്റ്റ് ആവാം, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് ആവാം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്റ്റ് ആവാം. ഏത് എഫക്റ്റ് വേണം എന്ത് ചെയ്യാം? ഇതിൽ യൂസ് ചെയ്യാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓർ ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. മെഷർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചോ മെഷീൻ്റെ കൺസ്ട്രക്ഷൻ വെച്ചോ ഇതിൽ ഏത് മെത്തേഡ് വേണോ യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഫോഴ്സസ്. ഇതിൽ ആക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 3 ഫോഴ്സാണ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, കൺട്രോളിംഗ് ഫോഴ്സ് ആൻഡ് ഡാമ്പിംഗ് ഫോഴ്സ് വരുന്നത്. ഡിഫ്ലക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഡാമ്പിംഗ് ഫോഴ്സസ്. സോ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്തിനാണ്? പോയിന്ററിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സാണ്. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? അത് മൂവ് ചെയ്യില്ല കേട്ടോ. അത് ഓർത്തോണം. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ഇല്ലെങ്കിൽ പോയിന്റർ മൂവ് ചെയ്യില്ല. 0യിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യിക്കാനുള്ള ഫോഴ്സാണ് കേട്ടോ. ദെൻ കൺട്രോളിംഗ് ഫോഴ്സ്. കൺട്രോളിംഗ് ഫോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നത്, കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സിന് ഒപ്പോസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോഴ്സാണ് കൺട്രോളിംഗ് ഫോഴ്സ്. കാരണം നമുക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി മെഷേർഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? കൺട്രോളിംഗ് ഫോഴ്സാണ്. ഇതിൻ്റെ ഡിഫ്ലക്ഷനെ ഇത് ചെയ്യുന്നത്. കൺട്രോളിംഗ് ഫോഴ്സ് ഇല്ല എങ്കിൽ, കൺട്രോളിംഗ് ഫോഴ്സ് ആബ്സെൻ്റ് ആണെങ്കിൽ ഈ പോയിന്റർ എന്ത് ചെയ്യും? ഫൈനൽ പോയിന്റിൽ സെറ്റിൽ ചെയ്യും. ഇനിഷ്യൽ റീഡിംഗ് തന്നെ ഫൈനൽ പോയിന്റിൽ സെറ്റ് ചെയ്യും കേട്ടോ. ഫുൾ സ്കെയിൽ റീഡിംഗ് സെറ്റ് ചെയ്യും കൺട്രോൾ ഫോഴ്സ് ഇല്ല എങ്കിൽ. കൺട്രോൾ ഫോഴ്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ളതിൽ സെറ്റിൽ ചെയ്തോളൂ. ശ്രദ്ധിച്ചോണം. ഡിഫ്ലക്ഷൻ ടോർക്കില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? പോയിന്റർ 0യിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യില്ല. കൺട്രോളിംഗ് ടോർക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? വാല്യൂ കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇത് കറക്റ്റ് ഫൈനൽ പോയിന്റിൽ സെറ്റിൽ ചെയ്യും. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് 2 രീതിയിലുണ്ട്. ഗ്രാവിറ്റി കൺട്രോൾ, സ്പ്രിംഗ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഗ്രാവിറ്റി കൺട്രോൾ ബാലൻസിങ് വെയിറ്റ് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ ഓൺലി. നമ്മൾ മെഷർമെൻറ്റ് എപ്പോഴും എന്ത് ചെയ്യണം? വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യണം മെഷർമെൻറ്റ് സമയത്ത്. റൈറ്റ്, അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ബാക്കിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, ജസ്റ്റ് പറയുന്നത്. സ്പ്രിംഗ് കൺട്രോളിൽ സ്പ്രിംഗ് അലോയ്, ഏത് അലോയ് ആണ് യൂസ് ചെയ്യുന്നത്? ഫോസ്ഫർ, ബ്രോൺസ് അല്ലെങ്കിൽ ബെർലിയം കോപ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫൈൻ ആയിട്ടുള്ള ഹെയർ സ്പ്രിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ സ്പ്രിംഗ് ഒരെണ്ണം ക്ലോക്ക് വൈസ് ഒരെണ്ണം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും കണക്ഷൻ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഹൈ റെസിസ്റ്റൻസ് ടു ഫാറ്റിക് ആയിരിക്കണം, നോൺ മാഗ്നറ്റിക് ആയിരിക്കണം, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കണം, ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കണം. ഈ 4 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യണം? ഈ സ്പ്രിങ്ങിന് ഉണ്ടാവണം. സ്പ്രിംഗ് കൺട്രോളിന് യൂസ് ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ മെറ്റീരിയലിന് ഉണ്ടാവണം. ഓക്കെ, ദെൻ ഓക്കെ, ഇത് ഏത് പൊസിഷൻ വേണം യൂസ് ചെയ്യാം കേട്ടോ. സ്പ്രിംഗ് കൺട്രോൾ ഗ്രാവിറ്റി കൺട്രോൾ പോലെയല്ല. ഇത് ഏത് പൊസിഷൻ, ഹൊറിസോണ്ടലി വെർട്ടിക്കലി എന്ത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ കൺട്രോൾ സ്പ്രിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഇൻ ആൻഡ് ഔട്ട് പോകുന്നത്. ആ കാര്യം ശ്രദ്ധിച്ചോണം. കൺട്രോൾ സ്പ്രിംഗ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് 0 ആയിരിക്കും. TD = 0 ആവും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവില്ല കൺട്രോൾ സ്പ്രിംഗ് പൊട്ടിപ്പോയാൽ. ഓക്കെ, MC ഇൻസ്ട്രുമെന്റ്, MI ഇൻസ്ട്രുമെന്റിലും പ്രശ്നമില്ല. കൺട്രോൾ സ്പ്രിംഗ് പൊട്ടിപ്പോയാലും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവും MIയിൽ, പക്ഷെ MCയിൽ ഉണ്ടാവില്ല. ദെൻ ഡാമ്പിംഗ് ഫോഴ്സ്. ഡാമ്പിംഗ് ഫോഴ്സ് 2 ടൈപ്പാണ്. ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ റിഡ്യൂസ് ചെയ്ത് ഫൈനൽ പോയിന്ററിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഡാമ്പിംഗ് ഫോഴ്സിന്റെ ആവശ്യം. ഇറ്റ്സ് നെസസറി ടു ബ്രിങ് ദ മൂവിംഗ് സിസ്റ്റം ടു റെസ്റ്റ് ഇൻ ഫൈനൽ ഡിഫ്ലക്ഷൻ പൊസിഷൻ ക്വിക്ലി. ഓക്കെ, സോ ഡാമ്പിംഗ് ഇല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും സെറ്റിൽ ചെയ്യാൻ, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡാമ്പിങ്ങിന്റെ 3 ഇതാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. അതായത് ക്വിക്കായിട്ട് എന്ത് ചെയ്യും? ഫൈനൽ ഡിഫ്ലക്റ്റിംഗ് പോയിന്റിൽ എത്തുന്നു വിത്തൗട്ട് എനി ഓസിലേഷൻ. ദാറ്റ് ഇസ് കോൾഡ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. ഇനി വിത്ത് ഓസിലേഷൻസ്
ഫൈനൽ പോയിന്റിൽ എത്തുന്നതിന് എന്ത് അണ്ടർ ഡാംപ്ഡ് എന്ന് പറയുക. ഇനി വിത്തൗട്ട് എനി ഓസിലേഷൻ ആൻഡ് സ്ലോ റെസ്പോൺസ്, സ്ലോ ആയിട്ട് ഫൈനൽ പോയിന്റിൽ എത്തുന്നതിനാണ് ഓവർ ഡാംപ്ഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുക. ഡാമ്പിങ് 2 ടൈപ്പ് ഉണ്ട്, എഡ്ഡി കറണ്ട് ഉണ്ട്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ഉണ്ട്. രണ്ടും നോക്കിയായിരുന്നു. എഡ്ഡി കറണ്ട് ഡാമ്പിങ്ങിലാണെങ്കിൽ അലുമിനിയം ഫോർമറിലോ അല്ലെങ്കിൽ അലുമിനിയം ഡിസ്കിലോ ആണ് എന്ത് ചെയ്യുന്നത്, എഡ്ഡി കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പെർമനന്റ് മാഗ്നറ്റോ യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ഒരു എഡ്ഡി കറണ്ട് ഫോം ചെയ്യും. ആ എഡ്ഡി കറണ്ട് വരുന്നത്. ഓക്കെ, ദെൻ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന്റെ കേസ് പറഞ്ഞു, എയർ ഫ്രിക്ഷൻ ഈ വെയിനിൽ എയറിന്റെ ഫ്രിക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും, ഇതിന്റെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യും. ഇനി ഫ്ലൂയിഡ് ഫ്രിക്ഷൻ വരുന്നത് ഇതേപോലെ തന്നെയാണ്. ഈ ചേമ്പറിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും, ദാറ്റ്സ് ഇറ്റ്. എയറിന് പകരം ആ ഫ്രിക്ഷൻ കൊടുക്കുന്ന ആരായിരിക്കും, ഫ്ലൂയിഡ് ആയിരിക്കും ആ ഫ്രിക്ഷൻ കൊടുക്കുന്നത്. എയറിന് പകരം ഫ്ലൂയിഡ് ആയിരിക്കും ഫ്രിക്ഷൻ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്. നെക്സ്റ്റ്, ഈ ഇൻസ്ട്രുമെന്റ്സ്, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ PMMC അല്ലെങ്കിൽ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. മൂവിങ് അയണിലാണെങ്കിൽ അട്രാക്ഷൻ റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് വരുന്നത് കേട്ടോ. PMMC ഇൻസ്ട്രുമെന്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു ലോറൻസ് ഫോഴ്സ് ആണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എന്താണ്, DC മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചോളണം. ഇതിൽ അലുമിനിയം ഫോർമറിലാണ് നമ്മൾ കോയിൽ വൗണ്ട് ചെയ്യുന്നത്. സ്പ്രിങ് വഴിയാണ് കറണ്ട് എൻ ചെയ്യുന്നത്, ഔട്ട് ആവുന്നത്. ഓക്കെ ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. റൈറ്റ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണെന്ത്, അൽനിക്കോ. പെർമനന്റ് മാഗ്നറ്റ് മേക്ക് ചെയ്തിരിക്കുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, അൽനിക്കോ എന്ന് പറയുന്ന അലോ യൂസ് ചെയ്താണ് പെർമനന്റ് മാഗ്നറ്റ്. PMMC ഇൻസ്ട്രുമെന്റിൽ പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന മേക്ക് ചെയ്യുന്നത് അൽനിക്കോ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. കറണ്ടിന് പ്രൊപ്പോർഷൻ ആണെന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. പിന്നെ PMMC ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം സ്കെയിലാണ് കേട്ടോ, യൂണിഫോം സ്കെയിലാണ്. റൈറ്റ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. DC മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. DC വി ക്യാൻ മെഷർ ഓൺലി DC. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇതോടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. സോ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.